അപ്പോൾ ഒരുപാട് ഭൂമി തകർന്നുണ്ടാകുന്ന വലിയൊരു എമൗണ്ട് ഓഫ് ഇപ്പം എ കൊളാപ്സ് ഓഫ് എ മാസ് ഓഫ് എർത്ത് ഓർ റോക്ക് ഫ്രം എ മൗണ്ടെയിൻ ഓർ ക്ലിഫ്, ഒരു മലയിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പ്രദേശങ്ങളിൽ നിന്ന് ഭൂമിയുടെ ഒരു ഭാഗം തന്നെ തകർന്നുണ്ടാവുക വെള്ളത്തിലേക്ക് അങ്ങോട്ട് പോയാൽ ആ ഉള്ള പ്രഷർ കൊണ്ട് ഭൂമിയിലേക്ക് കടലിൽ നിന്ന് അടിക്കുന്ന തിരമാല, അതോടുകൂടിയാണ് എന്തുണ്ടാവുക, സുനാമി ഉണ്ടാകുക. അതാണ് ലാൻഡ് സ്ലൈഡ് കൊണ്ട് സുനാമി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. Tilly started to scream at her family to get off the beach. She talked about an earthquake under the sea. She got more and more hysterical. Said her mother Penny, I didn't know what a tsunami was, but seeing my daughter so frightened, I thought something serious must be going on. Tilly എന്തായിരുന്നു? Started to scream. സ്ക്രീം പറഞ്ഞാൽ കരയുക എന്നൊക്കെയാണ് അർത്ഥം. സ്ക്രീമിന് ഒരുപാട് വാക്കുകളുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗിവ് എ ലോങ് ആൻഡ് ലൗഡ് ക്രൈ ബൈ എക്സ്ട്രീം ഇമോഷൻ, നല്ല ഇമോഷൻ കാരണമുള്ള നല്ല കരച്ചിലിനാണ് എന്ത് പറയുക, ഈ സ്ക്രീം എന്നൊക്കെ പറയാം. ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഇൻഷാല്ലാ ഞാൻ അയച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവൾ നന്നായിട്ട് കരയാണ്. ഓക്കെ, ഷി ടാക്ക്ഡ് അബൌട്ട് ആൻ എർത്ത്ക്വേക്ക് അണ്ടർ ദി സീ. അപ്പോൾ അവൾ പറയാണ് കടലിൻ്റെ അടിയിൽ ഒരു ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ട്. ഷി ഗോട്ട് മോർ ആൻഡ് മോർ ഹിസ്റ്റീരിക്കൽ. ഹിസ്റ്റീരിക്കൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഹിസ്റ്റീരിക്കൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് അർത്ഥം? വെൻ യു ആർ ഹിസ്റ്റീരിക്കൽ യു ഷൗട്ട്, ലവ് ഓർ ക്രൈ ഇൻ എ വൈൽഡ് എക്സൈറ്റഡ് വേ. അതായത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഹിസ്റ്റീരിക്കലായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ഒരുപാട് ചിരിക്കുക, അതുപോലെ തന്നെ കരയുക, മൊത്തത്തിൽ ഒരു ഷോക്കായൊരു അവസ്ഥയായിരിക്കും അത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആര്? ടില്ലി. സെഡ് ഹെർ മദർ പെന്നി. ഐ ഡിഡിൻ നോ. അവളുടെ മദർ പറയാണ് എനിക്കൊന്നും അറിയില്ല. ഐ ഡിഡിൻ നോ വാട്ട് എ സുനാമി വാസ്. എന്താണ് സുനാമി എന്നത് എനിക്കറിയില്ല. ബട്ട് സീയിങ് മൈ ഡോട്ടർ സോ ഫ്രൈറ്റൻഡ്, എൻ്റെ മകൾ ഒരുപാട് പേടിച്ചിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ഐ തോട്ട് സംതിങ് സീരിയസ് മസ്റ്റ് ബി ഗോയിങ് ഓൺ. എന്തെങ്കിലും സീരിയസ് ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, എന്തോ നടക്കുന്നുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കി. ടില്ലിസ് പാരൻസ് ടുക്ക് ഹെർ ആൻഡ് ഹെർ സിസ്റ്റർ. അവളെയും അവളുടെ സിസ്റ്ററിനെയും അവളുടെ പാരൻസ് എടുത്തു ഫ്രം ദി ബീച്ച് ടു എ സ്വിമ്മിംഗ് പൂൾ അറ്റ് എ ഹോട്ടൽ. പിന്നെ അടുത്തുണ്ടായിരുന്ന ഹോട്ടലിലെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക്. എ നമ്പർ ഓഫ് അതർ ടൂറിസ്റ്റ് ആൾസോ ലെഫ്റ്റ് ദ ബീച്ച് വിത്ത് ഹിം. അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരുപാട് ടൂറിസ്റ്റുകളും ആ ബീച്ച് വിട്ടു. ഓക്കെ, ദെൻ ഇറ്റ് വാസ് ആസ് ഇഫ് ദി എൻറ്റയർ സീ ഹാഡ് കം ഔട്ട് ആഫ്റ്റർ ദം. ഐ വാസ് സ്ക്രീമിങ് റൺ. അതായത് ഈ ബീച്ചിൽ നിന്ന് പോരുന്ന ആളുകൾ, ടൂറിസ്റ്റുകൾ, അവരുടെ പിന്നിൽ ഇതുപോലെ ഈ ഒരു സീ മുഴുവൻ വരുമെന്ന് ഉള്ള ഒരു ധാരണ പെൺകുട്ടിക്കുണ്ടായിരുന്നു, ആ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സോ ഐ വാസ് സ്ക്രീമിങ് റൺ. അതുകൊണ്ടാണെന്ത് ഞാൻ റൺ എന്ന് പറഞ്ഞ് കരഞ്ഞത്. എല്ലാവരോടും ഓടുക, ഓടണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് സ്ക്രീം എന്ന് പറഞ്ഞാൽ ഷൗട്ട് ചെയ്യാന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരോടും ഓടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ദ ഫാമിലി ടുക്ക് റെഫ്യൂജി ഇൻ ദി 3rd floor ഓഫ് ഹോട്ടൽ. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ തന്നെ അഭയാർത്ഥികൾ എന്നൊക്കെയാണ്. അപ്പോൾ അവർ അഭയം തേടി എത്തിയത് എവിടെയാണ്? അടുത്തുള്ള ഒരു ഹോട്ടലിൻ്റെ 3ാം നിലയിലാണ്. ദ ബിൽഡിംഗ് വിത്ത് സ്റ്റുഡ്. വിത്ത് സ്റ്റാൻഡ്, വിത്ത് സ്റ്റുഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? റിമെയിൻ അൺഡാമേജ്ഡ് ഓർ അൺഅഫക്റ്റഡ് ബൈ റെസിസ്റ്റ്. അതായത് ഒന്നും പറ്റാതെ, പ്രശ്നങ്ങളൊന്നുമില്ല, ഡാമേജുകളൊന്നും വരാതെ നിൽക്കുക എന്നുള്ളതൊക്കെയാണ് അർത്ഥം. ഓർ അൺഅഫക്റ്റഡ് ബൈ റെസിസ്റ്റ്, അതിനെ റെസിസ്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ അവരവിടെ പോയി നിന്നപ്പോൾ. ഓക്കെ, ദി ബിൽഡിംഗ് വിസ്റ്റുഡ് ദി സെർജ് ഓഫ് 3 സുനാമി വേവ്സ്. അപ്പോൾ ആ ഒരു ഫോഴ്സ്, സെർജ് എന്ന് പറഞ്ഞാൽ അവിടെ അടിയിലുണ്ട്, വിസ്റ്റുഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോഴ്സ്. ഓക്കെ, അപ്പം ഫോഴ്സാണ് ആ 3 വേവ്സിൻ്റെ, സുനാമിയുടെ 3 വേവ്സിൻ്റെ ഫോഴ്സിനെ തടഞ്ഞു വെക്കാൻ ആർക്ക് കഴിഞ്ഞു? ആ 3 ഫ്ലോറുള്ള ആ ഹോട്ടലിന് കഴിഞ്ഞു. ഇഫ് ദ ഹാഡ് സ്റ്റേഡ് ഓൺ ദി ബീച്ച്, ബീച്ചിൽ അവരുണ്ടായിരുന്നുവെങ്കിൽ ദേ വുഡ് നോട്ട് ഹാവ് ബീൻ അലൈവ്,
അവർ ജീവിച്ചിരിക്കുമായിരുന്നില്ല, എല്ലാം നശിച്ചു പോയേനെ എന്നാണ് അവിടെ പറയുന്നത്. ദ സ്മിത്ത് ലേറ്റർ മാറ്റ് അതർ ടൂറിസ്റ്റ് ഹു ഹാഡ് ലോസ്റ്റ് എൻറ്റയർ ഫാമിലീസ്. ചില ടൂറിസ്റ്റുകളെ അവർ കണ്ടിട്ടുണ്ട്. അതിന് ശേഷം അവർക്ക് അവരുടെ ലൈഫ് മുഴുവൻ, എന്താ പറയുക, അവരുടെ ഫാമിലി മുഴുവൻ നഷ്ടപ്പെട്ട ടൂറിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്. താങ്ക്സ് ടു ടില്ലിക്കാണ് ഒരുപാട് നന്ദികൾ. ആൻഡ് ഹർ ജിയോഗ്രഫി ലെസൺ, അതുപോലെ തന്നെ അവളുടെ ജിയോഗ്രഫി ലെസൺ കാരണവും. കാരണം അത് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ, അത് മനസ്സിലാക്കിയ കാരണത്താലാണല്ലോ അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ദ ഹാഡ് ബീൻ ഫോർ വാണ്ട്. അപ്പോൾ അവരിങ്ങനെ ആദ്യം മുന്നറിയിപ്പ് കിട്ടാനും ഒക്കെ ഒരു കാരണമായി തീർന്ന അവളുടെ ആ ലെസൺ, അപ്പം അതിനും താങ്ക്സ് എന്നാണ് പറയുന്നത്. ടില്ലി വെൻ ബാക്ക് ടു ഹെർ സ്കൂളിലേക്ക് പോയി ആര് ടില്ലി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ടോൾഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ഹെർ ടെറിഫയിങ് ടൈൽ. അവളുടെ പേടിപ്പിക്കുന്ന കഥ, ടെറിഫയിങ് ടൈൽ എന്ന് പറഞ്ഞ കഥ എന്നാണ്. ടെറിഫയിങ് ടൈൽ, പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ കഥ അവളുടെ കൂട്ടുകാരികളോടുമൊത്ത് അവൾ ഷെയർ ചെയ്തു എന്നാണ് അവിടെ അർത്ഥം. ഓക്കെ, അടുത്ത് ലുക്ക് കെയർഫുള്ളി അറ്റ് ദി പിക്ചർ ഓഫ് ദി ബോയ് ആൻഡ് ഹിസ് ഡോഗ്. അടുത്തുള്ള പിക്ചർ നാം നോക്കുക. അതിൽ ഒരു നായയും അതുപോലെ തന്നെ ഒരു കുട്ടിയും ഇരിക്കുന്നുണ്ട്. ആൻഡ് ട്രൈ ടു ഡിസ്ക്രൈബ് ദി തിങ്സ് ദാറ്റ് യു സീ. പിന്നെ അതിൽ കാണുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുക, അതായത് കാണുന്നതൊക്കെ വിശദീകരിക്കുക. യൂസിങ് ജസ്റ്റ് വേർഡ്സ് ആൻഡ് ഫ്രൈസസ് മാത്രം ഉപയോഗിച്ചാണ്, ജസ്റ്റ് വേർഡ്സും ഫ്രൈസസും ഉപയോഗിച്ച് നിങ്ങളതിനെ വിശദീകരിക്കണം. ഐദർ ദി ടീച്ചർ ഓർ വൺ ഓഫ് ദി സ്റ്റുഡൻസ് ക്യാൻ റൈറ്റ് ഡൗൺ ദി വേർഡ്സ് ആൻഡ് ഫ്രൈസസ് ഓൺ ദി ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത്? ദിസ് ഈസ് ഹൗ യു ക്യാൻ സ്റ്റാർട്ട് കാം ബ്ലൂ സീ റൂയിൻ ഹഡ്സ്. അതായത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സീ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ റൂയിൻഡ് ഹഡ്സ്, നശിക്കപ്പെട്ട ഒരുപാട് കൂരകളും അവിടെ കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്നതിനെ കുറിച്ച് വിശേഷിപ്പിച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ബിഫോർ ദി ജെയിൻ വേവ് സ്ലാംഡ് ഇൻ ദി കോസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ബിഫോർ ദി ജെയിൻ വേവ്സ്, അതായത് ഭീകരമായിട്ടുള്ള തിരമാലകൾ അടിക്കുന്നതിന് മുമ്പ്, സ്ലാംഡ് ഇൻ ടു ദി കോസ്റ്റ്, ഈ തീരത്തേക്ക് അടിക്കുന്നതിൻ്റെ ബിഫോർ, മുമ്പ്, ഇൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ശ്രീലങ്കയിലേക്കും ഇന്ത്യയിലേക്കും ഈ തിരയടിക്കുന്നതിന് മുമ്പ്, സുനാമി ഉണ്ടാകുന്നതിന് മുമ്പ് എന്നാണ് അർത്ഥം. വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക് അനിമൽസ് സീംഡ് ടു നോ. ഈ വൈൽഡ് അനിമൽസും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അനിമൽസും, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളും അല്ലാത്തവയും സീംഡ് ടു നോ വാട്ട് വാസ് about to happen, എന്തോ ഒന്ന് സംഭവിക്കാനുണ്ട് എന്ന് അവരറിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ദ ഫ്ലഡ് ടു സേഫ്റ്റി, അവരെല്ലാവരും സേഫായിട്ട് ഉള്ള സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അക്കോർഡിംഗ് ടു ഐ വിറ്റ്നസ് അക്കൗണ്ട്സ്, അത് കണ്ട ദൃക്സാക്ഷികൾ പറയുന്ന അവരുടെ വാക്കിനാൽ നമുക്ക് മനസ്സിലാക്കാം. ഐ വിറ്റ്നസ് പറഞ്ഞാൽ ഇതിൻ്റെ സാക്ഷികൾ. അക്കോർഡിംഗ് ടു അവരുടെ അക്കോർഡിംഗ് ടു ദയർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ പോലെ എന്നാണ് അവിടെ അർത്ഥം. എലിഫൻറ്റ് സ്ക്രീംഡ് ആൻഡ് റാൻ ഫോർ ഹയർ ഗ്രൗണ്ട്സ്, ഈ വലിയ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ആര് പോയി? ആനകൾ ഓടി. ഡോഗ്സ് റെഫ്യൂസ്ഡ് ടു ഗോ ഔട്ട്ഡോർസ്, കൂട്ടിലുള്ള നമ്മുടെ അവിടുത്തെ നായകളൊക്കെ പുറത്തു പോകാൻ വിസമ്മതിച്ചു. ഫ്ലമിംഗോസ് എന്ന് പറഞ്ഞാൽ രാജഹംസം, അതായത് അരയന്നം എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പോൾ അരയന്നമാണെങ്കിലും ഏത് ജീവിക്കാണെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അബാൻഡൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അബാൻഡൻ ദെയർ ലോ ലയിങ് ബ്രീഡിങ് ഏരിയാസ്. ലോ ലയിങ് എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന സീ ലെവലിനോട് താഴ്ന്നിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയായിരുന്നു ബ്രീഡിങ് പറഞ്ഞാൽ അവരുടെ ഈ മുട്ടട്ടൊക്കെ അടയിരിക്കൂലേ, അപ്പോൾ അവരുടെ വീടും കാര്യങ്ങളൊക്കെ കൂടും സെറ്റിങ്സൊക്കെ ഈ സീ ലെവലിൻ്റെ താഴെയായിരുന്നു. അപ്പോൾ അതിന്നൊക്കെ അതൊക്കെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ആൻഡ് സൂ അനിമൽസ് റഷ്ഡ് ഇൻ ടു ദെയർ ഷെൽട്ടേഴ്സ്, ഈ മൃഗശാലയിലുള്ള മൃഗങ്ങളൊക്കെ അവരുടെ ഷെൽട്ടറിലേക്ക് അവർ പെട്ടെന്ന് തന്നെ പോയി ഒളിച്ചു. ആൻഡ് കുഡ് നോട്ട് ബി എൻറ്റൈസ്ഡ് ടു കം ബാക്ക് ഔട്ട്, അവരൊരിക്കലും എൻറ്റൈസ് എന്നൊക്കെ പറഞ്ഞാൽ വശീകരിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, എൻറ്റൈസ് അട്രാക്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല, ബാക്കിയുള്ളവർക്ക് കുഡ് നോട്ട് ബി എൻറ്റൈസ്ഡ് ടു കം ബാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്നർത്ഥം. പുറത്തേക്ക് വരാൻ അവർ വശീകരിക്കാൻ ബാക്കിയുള്ളവർക്ക് സാധിച്ചില്ല. അവരൊക്കെ ഷെൽട്ടറിൽ പോയിട്ട് അവരുടെ കേന്ദ്രങ്ങളിൽ പോയി ഒളിച്ചിരുന്നു, രക്ഷപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് അനിമൽസ് പൊസസ് എ സിക്സ്ത് സെൻസ്, അനിമൽസിന് ഒരു ആറാമത്തെ സെൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ആൻഡ് നോ വെൻ ദി എർത്ത് ഈസ് ഗോയിങ് ടു ഷെയ്ക്ക്,
അവർക്ക് എന്താ ഭൂമി കുലുങ്ങുന്ന സമയം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതും. Some experts believe that animals' more acute hearing helps them to hear or feel the earth's vibration. ചില വളരെ നിപുണന്മാർ പറയുന്നു, അവർ വിശ്വസിക്കുന്നു ദാറ്റ് അനിമൽസ് മോർ അക്യൂട്ട് ഹിയറിങ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വളരെ ശ്രദ്ധയോടെയുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് അതല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച, ഇൻസൈറ്റ് എന്നൊക്കെയാണ് അക്യൂട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, അക്യൂട്ട് എന്നുള്ളതിൻ്റെ മീനിങ്. അക്യൂട്ട് ഹിയറിങ് ഹെൽപ്സ് ദം ടു ഹിയർ ഓർ ഫീൽ. അപ്പം അങ്ങനത്തെ ഒരു ഹിയറിങ് അവർക്ക് സഹായകമാകുന്നു ടു ഹിയർ ഓർ ഫീൽ ദി എർത്ത്സ് വൈബ്രേഷൻ, ഭൂമിയുടെ വൈബ്രേഷൻ കേൾക്കാനും മനസ്സിലാക്കാനും. ദേ ക്യാൻ സെൻസ് ആൻ അപ്രോച്ചിങ് ഡിസാസ്റ്റർ ലോങ് ബിഫോർ ഹ്യൂമൻസ് റിയലൈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ അവർക്കൊരു സെൻസ് ഉണ്ട്. എന്ത്? ദേ ക്യാൻ സെൻസ്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻ അപ്രോച്ചിങ് ഡിസാസ്റ്റർ, ഇനി വരാനിരിക്കുന്ന ഒരു വലിയൊരു നശീകരണം, എന്താ പറയുക, ഒരു നാശം, ഡിസാസ്റ്റർ വരാനുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോങ് ബിഫോർ ഹ്യൂമൻ റിയലൈസ് വാട്ട്സ് ഗോയിങ് ഓൺ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന് എത്രയോ മുന്നേ മൃഗങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. വി കനോട്ട് ബി ഷുവർ വെദർ അനിമൽസ് ഹാവ് എ സിക്സ്ത് സെൻസ് ഓർ നോട്ട്. നമുക്കറിയില്ല എന്ത് അവർക്ക് സിക്സ്ത് സെൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് ദി ഫാക്ട് ഈസ് ദാറ്റ് ദി ജെൻ വേവ്സ് ദാറ്റ് റോൾഡ് ത്രൂ ദി ഇന്ത്യൻ ഓഷ്യൻ, ഈ ഒരു വലിയൊരു വേവ്, ഈ ഒരു തിര അടിച്ചു ഇന്ത്യൻ ഓഷ്യനിൽ, കിൽഡ് മോർ ദാൻ 150,000 പീപ്പിൾ ഇൻ ഡസൻ കൺട്രീസ്. ഒരു ഡസൻ കൺട്രീസിൽ 150,000 ആളുകൾ മരിച്ചു ഈ ഒരു കാരണത്താൽ, സുനാമി കാരണത്താൽ. ബട്ട് നോട്ട് മെനി അനിമൽസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഡെഡ്. ഒരു ജന്തുക്കളും ഒരു അനിമൽസും മരിച്ചതായിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, അലോങ് ഇന്ത്യാസ് കുട്ടലോർ കോസ്റ്റ് ഒരു തീരത്തിൻ്റെ പേരാണ്. ഇന്ത്യയിൽ ആ തീരം, വേർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ പെറിഷ്ഡ്. പെറിഷ് എന്ന് പറഞ്ഞാൽ ഡൈ, മരിക്കുക എന്നാണ് അർത്ഥം. ഇൻ സഡൻ വേ, പെട്ടെന്ന് മരിക്കുക എന്നുള്ളതിനൊക്കെ പെറിഷ് എന്ന് വേണം യൂസ് ചെയ്യാം. ഓക്കെ, where thousands of people perished. Buffaloes, goats and dogs were found unharmed. അപ്പോൾ ഈ ബഫലോകളും അതുപോലെ തന്നെ ആട്, പിന്നെ നായ, അവരെയൊക്കെ പരിക്കൊന്നും ഏൽക്കാത്ത രൂപത്തിൽ അവരെ കണ്ടെത്തി. The Yala National Park in Sri Lanka is home to a variety of animals including elephants. നാഷണൽ പാർക്ക്, യാല നാഷണൽ പാർക്ക്, ശ്രീലങ്കയിലുള്ള യാല നാഷണൽ പാർക്കിൽ അവിടെ ഒരുപാട് എലിഫൻസ്, ലിയോപാർഡ്സ് ആൻഡ് 130 സ്പെസീസ് ഓഫ് ബേർഡ്സ്, വ്യത്യസ്ത ഇനത്തിലുള്ള പക്ഷികളും അവിടെ ഉള്ള ഒരു സ്ഥലമാണ് യാല നാഷണൽ പാർക്ക്. 60 വിസിറ്റേഴ്സ് were washed away from the പട്ടനാഗല ബീച്ച് ഇൻസൈഡ് ദി പാർക്ക്. അപ്പം ഒരു 60 വിസിറ്റേഴ്സെങ്കിലും അന്നെന്തായി, തകർന്നു തരിപ്പണമായി, അവർ മരിച്ചുപോയി എന്നൊക്കെയാണ് അർത്ഥം. വാഷ്ഡ് അവേ ഫ്രം ദി പട്ടനംഗല ബീച്ച് ഇൻസൈഡ് ദ പാർക്ക്, പാർക്കിലുണ്ടായിരുന്ന ആ സ്ഥലത്ത് വെച്ച്, ബീച്ചിൽ വെച്ചിട്ട്. ഓക്കെ, നോ അനിമൽ കാർക്കസസ്. ഓക്കെ, കാർക്കസ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. നോ അനിമൽ കാർക്കസസ് വേർ ഫൗണ്ട്. കാർക്കസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ഓഫ് ആനിമൽ, അനിമലിൻ്റെ ഒരു മൃഗത്തിൻ്റെ ഡെഡ് ബോഡിക്കാണ് കാർക്കസ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ഒരു മൃഗത്തിൻ്റെയും ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടില്ല. എക്സെപ്റ്റ് ഫോർ 2 വാട്ടർ ബഫലോസ്, ഒരു 2 വാട്ടർ ബഫലോസ് ഒഴിച്ച്. അബൌട്ട് ആൻ ഹവർ ബിഫോർ ദ സുനാമി ഹിറ്റ് പീപ്പിൾ അറ്റ് യാല നാഷണൽ പാർക്ക് ഹാഡ് ഒബ്സർവ്ഡ്. അപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് യാല നാഷണൽ പാർക്കിലുള്ള ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. ഹാഡ് ഒബ്സർവ്ഡ് 3 എലിഫൻസ്, 3 ആനകൾ, റണ്ണിങ് അവേ ഫ്രം ദി പട്നംഗല ബീച്ച്, അവിടെ നിന്നും ഓടുന്നതായിട്ട് അവിടുത്തെ വിസിറ്റേഴ്സ് ശ്രദ്ധിച്ചിരുന്നു. എ ശ്രീലങ്കൻ ജെന്റിൽമാൻ ഹൂ ലിവ്സ് ഓൺ എ കോസ്റ്റ് നിയർ ഗെല്ലെ, അവിടെ ആ കോസ്റ്റിൽ താമസിക്കുന്ന ഒരു ശ്രീലങ്കൻ ഒരു ജെന്റിൽമാൻ സെഡ്, അദ്ദേഹം പറഞ്ഞു ഹിസ് 2 dogs വുഡ് നോട്ട് ഗോ ഫോർ ദെയർ ഡെയിലി റൺ. അദ്ദേഹത്തിൻ്റെ നായകൾ സാധാരണ എന്നും പോകാറുള്ള അതായത് ബീച്ചിലൂടെ ഇങ്ങനെ നടത്തമുണ്ട് അദ്ദേഹത്തിൻ്റെ നായകൾക്ക്, പക്ഷേ അന്ന് അവർ പോയിട്ടില്ല. ദേ ആർ യൂഷ്വലി എക്സൈറ്റഡ് ടു ഗോ ഓൺ ദിസ് ഔട്ടിങ്. അവർക്ക് വല്ലാത്ത ഈ എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൂസിയാസ്റ്റിക് എന്നൊക്കെ പറയില്ല, ഈഗർ ടു എന്നൊക്കെ പറയും. അതായത് വല്ലാത്ത ആഗ്രഹങ്ങളുള്ള ആളുകളായിരുന്നു, വല്ലാത്ത ആഗ്രഹങ്ങളുള്ള നായകളായിരുന്നു അവർ, ഇങ്ങനെ പുറത്തു പോകാൻ. പക്ഷേ അന്ന് അവർ പുറത്തു പോയില്ല. ദേ ആർ യൂഷ്വലി എക്സൈറ്റഡ് ടു ഗോ ഓൺ ദിസ് ഔട്ടിങ്, ഹി സെഡ്.
ബട്ട് ഓൺ ദാറ്റ് ഡേ, പക്ഷേ ആ ദിവസം ദ റെഫ്യൂസ് ടു ഗോ, അവർ പുറത്തു പോകാൻ സമ്മതിച്ചില്ല. പുറത്തു പോകാൻ അവർ സമ്മതിക്കുന്നില്ല. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി സേവ്ഡ് ഹിസ് ലൈഫ്. മാത്രവുമല്ല അവരെന്തായി, ഇദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിക്കുകയും കൂടി ചെയ്തു. അതാണ് അനിമൽസിൻ്റെയും കൂടി പറഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മുടെ പാഠം അവസാനിച്ചിരിക്കുന്നു. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യാനുണ്ട്. ഗ്രാമേഴ്സ് നമുക്ക് നോക്കാനുണ്ട്, ഗ്രാമർ നോക്കാനുണ്ട്, ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാണ്ട് ഇൻഷാ അള്ളാഹ് വരും ക്ലാസ്സുകളിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.